അധ്യാപകർക്കുള്ള ദക്ഷിണയും കൂടെ അതിൻ്റെ ഒപ്പം കണക്ക് പറയുന്നവരുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, ഇതൊന്നും ചിലവ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതോടൊപ്പം അധ്യാപകർക്കുള്ള ദക്ഷിണയ്ക്ക് കണക്ക് പറയുന്ന അധ്യാപകരും കണക്ക് പറയാത്ത എൻ്റെ പോലെയുള്ള അധ്യാപകരുമുണ്ട്. പല അധ്യാപകർ പലതരത്തിലുണ്ട്. അത് നമ്മളുടെ ആവശ്യമാണ്, അധ്യാപകരുടെ ആവശ്യമാണ് നമ്മൾ എത്ര വാങ്ങുന്നു എന്നുള്ളത്. അത് നമുക്ക് കുട്ടികളുടെ അമ്മമാർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യുക, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന് ഇത്രയേ വാങ്ങാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവർക്ക് ഒരു അധ്യാപക, ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ എഫേർട്ട്, ഞാൻ പഠിച്ചത് ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കാം, അങ്ങനെയുള്ള അധ്യാപകരുണ്ടാവാം, ഞാൻ ചിലവാക്കിയിട്ടുണ്ടാവാം, ഇതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഞാൻ പഠിപ്പിക്കണമല്ലോ, അങ്ങനെ ആലോചിക്കുന്ന അധ്യാപകരുണ്ടാവാം. അപ്പോൾ അവർക്ക് അത്രയും ഫീസ് വാങ്ങിയാലേ അത് മുതലാവുള്ളൂ. അങ്ങനെയുണ്ട്. ചിലവർ തിരിച്ചു ചിന്തിക്കും, പൈസ വാങ്ങിച്ചിട്ട് കൊടുത്താൽ മാത്രമേ അതിനൊരു വില ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന അധ്യാപകരുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഫീസ് വാങ്ങിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് വാങ്ങുന്ന അത്രയും ഒന്നും പൈസ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഫീസ് അത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അതുപോലെ അരങ്ങേറ്റമാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പൈസ ചിലവാക്കുന്നതിൻ്റെ എമൗണ്ട് കുറയാം. അത് ഡിപ്പെൻസ്, ഓരോ ടീച്ചറുടെ ഒരു കാര്യങ്ങളനുസരിച്ചിരിക്കും. അതിൽ നമ്മൾ വന്നു കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് അധ്യാപകരോട് സംസാരിച്ചുകൊണ്ട് തന്നെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഓർക്കസ്ട്ര നമ്മൾ നല്ലൊരു എമൗണ്ട് കൊടുക്കണ്ടേ, നമുക്ക് ഓർക്കസ്ട്ര എമൗണ്ട് വരും. സ്റ്റേജിനായാലും ഇപ്പോൾ ഏത് അമ്പലത്തിലൊരു പ്രോഗ്രാം എടുത്താൽ പോലും നമുക്ക് സ്റ്റേജിന് പൈസ കൊടുക്കണം. കോസ്റ്റ്യൂം ആണെങ്കിലും ഒരുപാട് പൈസ ചിലവുള്ള കാര്യം തന്നെയാണത്. പക്ഷേ അതിൻ്റോടൊപ്പം തന്നെ അധ്യാപകർക്കുള്ള ദക്ഷിണയും കൂടെ അതിൻ്റെ ഒപ്പം കണക്ക് പറയുന്നവരുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, ഇതൊന്നും ചിലവ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതോടൊപ്പം അധ്യാപകർക്കുള്ള ദക്ഷിണയ്ക്ക് കണക്ക് പറയുന്ന അധ്യാപകരും കണക്ക് പറയാത്ത എൻ്റെ പോലെയുള്ള അധ്യാപകരുമുണ്ട്. അതിലേത് വേണമെന്നുള്ളത് അധ്യാപകരുടെ കൂടെ തന്നെ രക്ഷിതാക്കളാണ് ആലോചിക്കേണ്ടത്. പക്ഷെ അത് പൈസ വാങ്ങുന്ന അധ്യാപകർ മോശക്കാരെന്നല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുണ്ടാവാം. അത് കാണിക്കണമെങ്കിൽ, അത് പകർന്നു കൊടുക്കണമെങ്കിൽ പൈസ കിട്ടിയാലേ പറയുന്നുള്ളത് ഒരു തെറ്റല്ല. പക്ഷേ ഏത് വേണമെന്ന് ആലോചിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്.